അപ്പം കണ്ടല്ലോ, 4 നെഞ്ചത്ത് വീണപ്പോൾ യാചിച്ചുകൊണ്ട് വെടിനിർത്തലിന് വേണ്ടി കേണത് ചാകാൻ കൊതി ഇല്ലാത്തൊരു ജനതയും മരിക്കാൻ കൊതിയില്ലാത്തൊരു ജനതയും മരിക്കാൻ കൊതിക്കുന്നവനും തമ്മിലുള്ള അന്തരം കണ്ട നാളുകളാണ്. സ്വയം നിലനിൽക്കാൻ ശേഷിയില്ലെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആരാൻ്റെ ഊരെ ചാരി മാത്രമേ ഈ വർഗത്തിന് നിൽക്കാൻ പറ്റൂ. എന്തോ മഹാസംഭവമാണെന്ന കള്ളത്തിൻ്റെ കെട്ടിപ്പൊക്കിയ ആ മഹാസൗധം തകർന്നു. അയൺ ഡോമൊക്കെ പൊളിഞ്ഞു വീണു. ഏത് ദൂരപരിധിയിലും എത്രയാണ് 31,000 കെട്ടിടങ്ങൾ തകർന്നു വീണു. അവസാനം വിലാപം, പ്രസിഡന്റിൻ്റെ വിലാപം, പ്രസിഡന്റ് തൻ്റെ അനുയായികളെ കെട്ടിപ്പിടിച്ച് നടത്തുന്ന വിലാപം. എന്താ വിലപിക്കാൻ കാര്യം? ചാവുകയാണെന്നറിഞ്ഞപ്പോഴുള്ള വിലാപം. മരിച്ചാലും കീഴടങ്ങില്ലെന്ന് പറയുന്ന ഒരു ജനത, ആ ജനതയ്ക്ക് മുമ്പിൽ മരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വിലപിക്കുന്ന, വെടിനിർത്തി തരുമോ എന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് അവകാശപ്പെട്ടവൻ തനിക്ക് സ്വന്തം പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കണ്ടപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ശാക്തികചേരിയുടെ സഹായം തേടിയവൻ രണ്ടുപേരും ഒരുമിച്ച് പെട്ടെന്ന് നിർത്തിക്കോ വെടി എന്ന് തീരുമാനിച്ചിടത്തേക്ക് എത്തിയെങ്കിൽ മരണഭീതിയില്ലാത്ത ഒരു ജനതയുടെ വിജയത്തിൻ്റെ അടയാളമാണ്. ഓർക്കണം, ഈ ഹിജറയുടെ നാളുകളിൽ മരിക്കാനുള്ള മടിയാണ് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഹുബ്ബുദ്ദുനിയാവ കറാഹിയത്തുൽ മൗത്ത്. അന്ത്യനാളിൽ ലോകം നിങ്ങളെ ഒന്നുമല്ലാതാക്കുന്ന കാലത്ത് നിങ്ങളെ വഹന് പിടികൂടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നബിയെ വഹൻ? ഹുബ്ബുദ്ദുനിയാ, ജീവിക്കാനുള്ള കൊതി, വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ മടി. വേറൊന്നുമല്ല, മരിക്കേണ്ടടത്ത് മരിക്കാനുള്ളതാണ് ഈ ജീവിതം. മരണം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഉല്ലാസത്തിൻ്റെ നാളാണ്. കാരണം ജീവിത പൂർണ്ണതയിലേക്ക്, കർമ്മഫലം തികച്ചു കിട്ടുന്ന ലോകത്തേക്കുള്ള കവാടമാണ് മരണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നാം ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഹിജറ 1446 നിന്ന് 1447 പ്രവേശിച്ചിരിക്കുകയാണ്. ഈ പുതിയ വർഷം നാം ഏവർക്കും, മുസ്ലിം ലോകത്തിനും ലോകത്തിനാകെയും നന്മയുടെ ഒരു വർഷമായി അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപാന്തരപ്പെടുത്തി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വർഷം പൂർണ്ണമായി പിന്നിട്ടൊരു പുതുവർഷത്തിലേക്ക് നമ്മുടെ ജീവിതം പ്രവേശിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വളരെ സുപ്രധാനമായ ആലോചനാ വിഷയം, നമ്മുടെ ചിന്താ വിഷയമെന്നുള്ളത് മനുഷ്യൻ്റെ ജീവിതം ആഖിറത്തിലേക്കുള്ള നിരന്തരമായ പ്രയാണത്തിൻ്റെ പാതയാണ് എന്ന് നാം തിരിച്ചറിയുക എന്നുള്ളതാണ്. അഥവാ പരലോകത്തേക്കുള്ള ചുവട്ടുപടികളാണ് നമ്മുടെ ജീവിതത്തിലെ പിന്നിടുന്ന ഓരോ വർഷവും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പരലോകത്തിൻ്റെ പടവുകൾ കയറി പറുദീസയുടെ പരമോന്നത സീമകളിൽ പാർപ്പുറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അത് ദുർഘടമായ ഒരു യാത്രയാണ് എന്ന് കഴിഞ്ഞ സൂറത്തുൽ ബലദിലൂടെ നമ്മോട് പറയുകയുണ്ടായി. അള്ളാഹു പറയുകയുണ്ടായി, നിങ്ങൾ ദുർഘടം താണ്ടുന്നില്ലല്ലോ, നിങ്ങൾ ദുർഘടമായ പാത താണ്ടാൻ വിമുഖത കാണിക്കുകയാണല്ലോ എന്ന്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഒമാ അദ്റാക മൽ അഖബ. എന്താണ് ഈ അഖബ? നിങ്ങൾ താണ്ടാൻ വിസമ്മതിക്കുന്ന ദുർഘടപാത ഏതാണ്? അള്ളാഹു വിശദീകരിച്ചു, ഫഖു റഖബത്തിൻ ഔ ഇത്ആമുൻ ഫി യൗമിൻ ദി മസ്ഗബ യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മത്രബ. ഒരുപാട് നന്മകൾ ചെയ്ത് നമ്മോടൊപ്പം സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന ദുർബലരായ ആളുകളുടെ പ്രശ്നങ്ങൾ കണ്ട് അതിൽ ഇടപെട്ട് നമ്മുടെ മാനവികമായ നിലവാരമുയർത്തി, നമ്മുടെ മാനസികമായ വിശുദ്ധിയെ വളർത്തി അത്യുന്നതമായ പടവുകൾ കയറുക എന്ന ലക്ഷ്യത്തിൽ ഓരോ ദിവസവും പുരോഗതിയുടെ വഴികൾ അന്വേഷിക്കുകയും താണ്ടുകയും ചെയ്യേണ്ടുന്ന ബാധ്യതയാണ്, ജോലിയാണ് മനുഷ്യനെ അല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത്. ഓരോ ദിവസവും വളരേണ്ട ജീവിതം, ഓരോ ദിവസവും നമ്മുടെ ജീവിതം പുരോഗമിക്കണം. നിന്നിടത്ത് നിൽക്കുന്നത് മനുഷ്യന് ഭൂഷണമല്ല. നമ്മളറിയുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് മനുഷ്യന് മാത്രമാണ് വളർച്ചയും വികാസവും പുരോഗതിയും നിശ്ചയിച്ചിട്ടുള്ളത്. ഈ ലോകത്ത് മനുഷ്യനോട് ഒത്തു ജീവിക്കുന്ന, മനുഷ്യനെ പോലുള്ള അനുകൂല സാഹചര്യങ്ങളിൽ വളരുന്ന ഒരു ജീവിക്കും വളർച്ചയില്ല, പുരോഗതിയില്ല. അവയുടെ സ്വാഭാവികമായ ശാരീരിക ഭൗതികമായ വളർച്ചയ്ക്കപ്പുറത്ത് പിന്നീടൊരു ആത്മവളർച്ചയോ വികാസമോ മാനസിക പുരോഗതിയോ ബൗദ്ധിക വികാസമോ ഇന്നലകളിൽ സാധ്യമല്ലാത്ത പുതിയ വളർച്ചാ സാധ്യതകളിലേക്ക് എത്തിപ്പിടിക്കാനോ ഒരു ജീവിക്കും അല്ലാഹു കഴിവ് കൊടുത്തിട്ടില്ല.
ഒരു ജീവിയും വളർന്നിട്ടില്ല. ഞാൻ പലപ്പോഴും നിങ്ങളതോടെ അത് ഓർമ്മിപ്പിക്കാറുള്ളതാണ്. എല്ലാ ജീവിയും തുടങ്ങിയിടത്ത് നിൽക്കുക. അവിടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് ഓരോ ദിവസവും വളർച്ച നമുക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിരിക്കുക. വളരുകയാണ് നാം, പുരോഗമിക്കുകയാണ് നാം മുന്നേറുകയാണ്. നാം ഇന്ന് ആകാശമണ്ഡലങ്ങളിൽ നാം നമ്മുടെ പദമൂന്നി, കടലിൻ്റെ ആഴങ്ങളിൽ നാം ഊളിയിട്ട് സഞ്ചരിക്കുന്നവരായി, അന്തരീക്ഷ വായുവിൽ നമ്മളെല്ലാവരും പക്ഷികളെ തോൽപ്പിച്ച് പാറിപ്പറക്കുന്നവരായി. ലോകത്തൊരു ജീവിക്കും ഇത് സാധ്യമായിട്ടില്ല. വളർച്ചയാണ് മനുഷ്യൻ, പുരോഗതിയാണ് മനുഷ്യൻ. ഈ വളർച്ചയുടെ പുരോഗതിയുടെ പാതയിലൂടെ മുന്നേറുന്ന മനുഷ്യൻ താൻ ഓരോ ദിവസവും വളരുന്നുണ്ടോ? ശരീരം വളരുന്നുണ്ടോയെന്നല്ല, ശരീരം എല്ലാ ജീവിക്കും വളരുന്നുണ്ട്. അള്ളാഹു നിശ്ചയിച്ച ഒരു വളർച്ചയിലേക്ക് ഓരോ പക്ഷിയും പറവയും പ്രാണിയും വളരുന്നുണ്ട്. ആന വളരുന്നുണ്ട്, വന്യമൃഗങ്ങൾ വളരുന്നുണ്ട്. ആ വളർച്ച ബാഹ്യമായ നിലയിൽ ഓരോ ജീവിയും അവകാശപ്പെട്ടിടത്തേക്ക് എത്തുന്നുണ്ട്. ആ വളർച്ച നമുക്കുണ്ടോയെന്നല്ല അലിച്ചോൻ ചോദിക്കുന്നത്. ആ വളർച്ചയെക്കുറിച്ചല്ല പറയുന്നത്. അവയ്ക്കൊന്നും ആർജിക്കാൻ കഴിയാത്ത ലോകത്തെ ഏറ്റവും കരുത്തനായ കാട്ടാനയ്ക്കോ അല്ലെങ്കിൽ മറ്റൊരു കരുത്തിൻ്റെ പ്രതീകമായ ഒരു കാനന വ്യാഘ്രത്തിനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വേറെ എന്തെങ്കിലും ഒരു ജീവിക്ക് എവിടെ തുടങ്ങിയോ അവിടെ നിന്നൊരു ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അവിടെയാണ് അള്ളാഹു നമ്മെ വളർത്തുന്നത്. നമ്മുടെ വളർച്ച, പുരോഗതി അമ്പരപ്പിക്കുന്ന നാം തന്നെ നമ്മെക്കുറിച്ചോർത്ത് വളരുന്ന നമ്മുടെ വളർച്ചയെക്കുറിച്ചോർത്ത് അമ്പരപ്പിക്കുകയാണ്. എന്താണ് ആ വളർച്ചയുടെ പിന്നിൽ വർദ്ധിക്കുന്ന ശക്തി? നമ്മുടെ ആത്മ വളർച്ചയാണ്. അതാണ് നാം. നമ്മുടെ മാനസിക വളർച്ചയാണ്, നമ്മുടെ ബൗദ്ധിക വളർച്ചയാണ്, നമ്മുടെ ഭാവനയുടെ വികാസമാണ്. ഇതെല്ലാം കൂടിച്ചേർന്ന് ഓരോ ദിവസവും പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക്, വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് അതിദ്രുതം മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും തൻ്റെ ഉള്ളിൽ താനായി എത്ര വളർന്നു എന്ന് അന്വേഷിക്കണം. ഭൗതികമായ വളർച്ച, ഞാനീ പറഞ്ഞതൊക്കെ ഭൗതികമായ മറ്റൊരു വളർച്ചയാണ്, മൃഗങ്ങൾക്ക് കിട്ടാത്ത മനുഷ്യന് കിട്ടിയ വളർച്ച. ആ വളർച്ചയോടൊപ്പം തന്നെ തൻ്റെ മനസ്സ് അഥവാ മനസാക്ഷിയിൽ താൻ വളരുന്നുണ്ട് എന്നുറപ്പാക്കിക്കൊണ്ട് അതിൻ്റെ ഉന്നതമായ വിധാനങ്ങളെ കീഴ്പ്പെടുത്തുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് ഓരോ ദിവസവും പോകണം. അതാ പറഞ്ഞത്, നിങ്ങൾക്ക് മലമ്പാത താണ്ടാൻ പ്രയാസമാണല്ലോ. അടിമയ്ക്ക് മോചനം നൽകി, അഗതിക്കും അനാഥയ്ക്കും അന്നം നൽകി. നിങ്ങൾ മനസാക്ഷിയിൽ വളരാൻ നിങ്ങൾക്ക് മടിയാണല്ലോ, വിസമ്മതാണല്ലോ, അല്ലേ? കൈ നിറയെ കാശുണ്ടാകുമ്പോഴും അടിമപ്പെട്ട് നിൽക്കുന്ന മനുഷ്യരെ മോചിപ്പിക്കാൻ വേണ്ടി വല്ലതും ചെയ്തോ എന്ന് ഒരു ദിവസം ആലോചിച്ചത് എത്ര പേരുണ്ട്? അനാഥയും അഗതിയും അവൻ്റെ ജീവിതത്തിൻ്റെ രണ്ടറ്റം കുട്ടിമുട്ടിക്കാനാവാതെ വിഷമിക്കുമ്പോൾ അവരുടെ പ്രശ്നം എൻ്റേത് കൂടിയാണെന്നറിഞ്ഞ് അവരിൽ ഇടപെടാൻ മാത്രം മനസ്സ് വളർന്നവൻ എത്രയുണ്ട്? ഈ മുഴുവൻ വളർച്ചയും ശാരീരികമായ വളർച്ച അതിൻ്റെ പൂർണ്ണതയിലേക്ക്, അതുപോലെ തന്നെ ഈ ബാഹ്യപ്രപഞ്ചത്തിലുള്ള പ്രാപഞ്ചിക വളർച്ച അതതിൻ്റെ പരകോടിയിലേക്ക്, ഇങ്ങനെയെല്ലാം വളരുമ്പോഴും വളർച്ചയുടെ അനന്തമായ സാധ്യതകൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവിൻ്റെ വളർച്ചയിൽ അവൻ എങ്ങും എത്തണ്ട എന്ന് വിചാരിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ നമ്മുടെ തകർച്ച എന്ന് അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പറയാം. നാം മനസ്സിൽ എത്ര വളർന്നു? ഇന്നലത്തേക്കാൾ ഇന്ന് ഉദാരനായോ? ഇന്നലെ 100 രൂപ ഞാനൊരു ആവശ്യക്കാരന് കൊടുക്കാൻ മനസ്സുള്ളവനായിരുന്നെങ്കിൽ ഇന്നത് 200 കൊടുക്കാനും എൻ്റെ മനസ്സ് വളർന്നോ? നാളെ അത് അതിനേക്കാൾ അധികം കൊടുക്കാൻ എന്ത് വഴിയുണ്ടെന്ന് ആലോചിക്കാൻ മാത്രം എൻ്റെ മനസ്സ് വളർന്നോ? എല്ലാം വളരുന്നുണ്ട്, മനസ്സ് മാത്രം വളരണ്ട. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ വഞ്ചന. വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മത്താഉൽ ഖുറൂർ. യഥാർത്ഥത്തിൽ ഈ ഭൗതിക ജീവിതം വല്ലാത്തൊരു ചതിയാണ്, വഞ്ചനയാണ്. അവന് ശാരീരികമായി വളരണമെന്ന് അവന് വലിയ തൃഷ്ണയുണ്ട്. പ്രാപഞ്ചിക വളർച്ചയുടെ എല്ലാ അനുഭൂതികളും ആസ്വാദനങ്ങളും ആവോളം ആസ്വദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആകാശത്തുണ്ടായ വളർച്ച, പ്രപഞ്ചത്തിലുണ്ടായ വളർച്ച, ചക്രവാള സീമകളിലുണ്ടായ വികാസത്തിൻ്റെ എല്ലാ അനുകൂലനങ്ങളും എനിക്ക് വേണം. അത് വീടിൽ വേണം, വാഹനത്തിൽ വേണം, അവൻ്റെ വേഷവിധാനങ്ങളിൽ വേണം, സുഖാനുഭൂതികളിൽ വേണം, അതെല്ലാം വേണം. എല്ലാം വളർച്ചയാണ്. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ എത്ര വളർന്നു എന്നൊരല്പം ആലോചിക്കാൻ പോലുമില്ല എനിക്കൊരു നേരം. എന്തൊരു ദുരന്തം! ഇതാണ് ദുരന്തം, ഇതാണ് ദുരന്തം. വല്ലസുർ, കാലം സാക്ഷി. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യൻ അമ്പേ പരാജയപ്പെട്ട് നിൽക്കുക, മാനവ കുലം പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇല്ലല്ലദീന ആമനു, ഉള്ളിൽ സത്യത്തെ വിശ്വസിച്ചവനും. സത്യത്തെ വിശ്വസിക്കുക, അതാണ് മാനസിക വളർച്ചയുടെ ഒന്നാമത്തെ പടി. ഈ പ്രപഞ്ചത്തിൽ ഞാൻ ആരാണ്, ഞാൻ എവിടേക്കാണ്, എങ്ങോട്ടാണെന്ന ഒരു തിരിച്ചറിവ്. ജീവിതയാത്രയിൽ നാഴികക്കല്ലുകൾ പിന്നിടുമ്പോൾ ഭിത്തികളിൽ തൂക്കിയ കലണ്ടറിൻ്റെ താളുകൾ ഓരോ മാസവും നാം കീറിമുറിക്കുമ്പോൾ
വർഷം പിന്നിടുമ്പോൾ കലണ്ടറുകൾ ഭിത്തികളിൽ നാം മാറ്റി സ്ഥാപിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നാം നീങ്ങുന്നത് എങ്ങോട്ട് എന്ന ഓർമ്മയില്ലാതെ മനസാക്ഷിയെ മറന്നവൻ അവനാണ് ഈ ലോകത്ത് തളരുകയാണ്. മനുഷ്യൻ എങ്ങനെയാ തളരുന്നത്? ഈ വളർച്ച മുഴുവൻ നേടിയപ്പോൾ അല്ലാഹു പറയാ, കാലം സാക്ഷി വല്ലസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. മനുഷ്യനൊക്കെ തൊലഞ്ഞു പോയിരിക്കുന്നു. ഇല്ലല്ലദീന ആമനു, ഉള്ളിൽ സത്യത്തിന്റെ വിശ്വാസത്തിന്റെ ദീപശിഖ ഏറ്റെടുത്തവനല്ലാതെ, വഅമിലു സാലിഹാത്ത്, ആ സത്യവിശ്വാസത്തിന്റെ ഉൾപ്രേരണയാൽ സുഹൃതങ്ങൾ അന്വേഷിച്ച് തേടിപ്പിടിച്ച് ഓരോ ദിവസവും നന്മകൾ പെരുപ്പിച്ചവനുമല്ലാതെ, ഓരോ ദിവസവും ഓരോ സൂര്യൻ ഉദിക്കുന്ന, ഓരോ സൂര്യൻ അസ്തമിക്കുന്ന ദിവസവും നിനക്ക് വേണ്ടി നന്മകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല നിനക്ക് മുമ്പിൽ തുറന്നു തരുന്ന സുവർണാവസരമാണ് എന്ന് കാണണം. അതാണ് ജീവിതത്തിൻ്റെ അർത്ഥം. വർഷം കടന്നു പോകുമ്പോൾ പലരും ഹാപ്പി ന്യൂ ഇയർ, എന്താണ് ആഘോഷം, എന്താവൻ നേടിയിട്ട നാളെ ഈ ഹാപ്പി ന്യൂ ഇയർ ആഘോഷിച്ചവൻ ആത്മഹത്യ, കയറ് വീട്ടിൽ കരുതി വെച്ചിട്ടാണ് ഇന്ന് ഹാപ്പി ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ്, മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിനെ മറന്നവരെ പോലെയാകരുത്. നിങ്ങൾ മറന്നവരാകരുതെന്ന് അല്ല അള്ളാഹു പറഞ്ഞേ, മറന്നവരെ പോലെയാകരുത്. മറന്ന കുറേ പേരുണ്ട്, അവരെ നിങ്ങൾ മുമ്പിൽ വെച്ചിട്ട് അവരുടെ ദാരുണമായ പതനം എന്തായെന്ന് നിങ്ങൾ പഠിക്കണം. അവരെ പോലെയാകരുത്. അള്ളാഹുവിനെ മറന്നാൽ, പ്രപഞ്ചത്തിനൊരു അള്ളാഹുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്, ഒരു സംവിധായകനുണ്ടെന്ന ആമനു, സത്യവിശ്വാസം നിങ്ങൾ മറന്നാൽ, അമിലു സാലിഹാത്ത്, എന്നിട്ട് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ശരീരസുഖം വർദ്ധിപ്പിക്കലല്ല, വലിയ കാറ് വാങ്ങി എന്നതിടത്തല്ല, വലിയ കൊട്ടാരം പണിതു എന്നിടത്തല്ല, അല്ലെങ്കിൽ വലിയ പദവികൾ ഭൗതികമായി നേടിയെടുത്തു എന്നിടത്തല്ല. അമിലു സാലിഹാത്ത്, സുഹൃതങ്ങൾ നീ എത്ര ചെയ്തു എന്നിടത്താണ് നിന്റെ വിജയമോ പരാജയമോ നിർണയിക്കപ്പെടുന്നത്. വതവാസൗ ബിൽ ഹഖ്, സത്യം ആചരിച്ചാൽ മാത്രം പോരാ, സത്യം ആചരിക്കാൻ അന്യോന്യം പ്രേരിപ്പിക്കുകയും വേണം. പരസ്പര പ്രേരണയില്ലാത്തൊരു ലോകത്ത് സത്യാചരണം പ്രയാസകരമാണ്. അന്യോന്യം സത്യത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒരു സമൂഹമില്ലെങ്കിൽ സത്യമാണെന്നറിഞ്ഞാലും സത്യം അനുഷ്ഠിക്കില്ല, സത്യമാണെന്നറിഞ്ഞാലും സത്യത്തിന് വേണ്ടി നിൽക്കൂല. വതവാസൗ ബിസ്സബ്ർ, ക്ഷമ. സ്വയം ക്ഷമിച്ചാൽ പോരാ, ക്ഷമയുടെ പരിധി സീമകൾ ലംഘിക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ക്ഷമിക്കാമെന്ന് അന്യോന്യം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതുണ്ട്. തവാസൗ, അന്യോന്യം ക്ഷമയ്ക്ക് വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്തവരല്ലാതെ രക്ഷപ്പെടാൻ പോകുന്നില്ല. സത്യത്തെ ആചരിക്കുന്നതോടൊപ്പം സത്യത്തിന് വേണ്ടി അന്യോന്യം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. അല്ല വെറുതെ നാക്കുമടക്കി വെച്ചുകൊണ്ട് രാഷ്ട്രീയം പറയാൻ വേണ്ടി മാത്രമുള്ള നാക്കല്ല, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമുള്ള നാക്കല്ല, ഇറാഖ് യുദ്ധം ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമുള്ള നാക്കല്ല, അതിലെ സത്യം കടഞ്ഞെടുത്തിട്ട് സത്യം പരസ്പരം പങ്കുവയ്ക്കാനുള്ള നാക്കിൻ്റെ ജോലി അതാ. ക്ഷമിച്ചാൽ പോരാ, ക്ഷമയ്ക്ക് വേണ്ടി ആളുകളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കണം. ക്ഷമയോളം വലിയ ഒരായുധമില്ലെന്ന്. ക്ഷമയെന്നത് നിസ്സഹായൻ്റെ വിലാപത്തിൻ്റെ പേരല്ല, ക്ഷമയെന്ന് ശക്തൻ്റെ കയ്യിലെ വജ്രായുധത്തിൻ്റെ പേരാണ് എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കണം. ശക്തൻ്റെ കയ്യിലെ വജ്രായുധത്തിൻ്റെ പേരാണ് ക്ഷമ, നിസ്സഹായൻ്റെ വിലാപമല്ല എന്ന് പരസ്പരം പറഞ്ഞുകൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ ക്ഷമ നഷ്ടപ്പെട്ട് പൊട്ടിത്തെറിച്ചാൽ തീർന്നു. ക്ഷമിക്കേണ്ട സാഹചര്യങ്ങൾ വീട്ടിൽ വരും, നാട്ടിൽ വരും, സമൂഹത്തിൽ വരും, ലോകത്ത് വരും. പൊട്ടിത്തെറിക്കരുത്. ഇങ്ങനെ ചെയ്യുന്നവരല്ലാത്തവരൊക്കെ നഷ്ടപ്പെട്ടു. എവിടെയാണ് നഷ്ടപ്പെട്ടത്? ആകാശത്ത് ചീറിപ്പറക്കുന്നവന് നഷ്ടപ്പെട്ടോ? സമുദ്രത്തിൻ്റെ അഗാധതകളിൽ ഉള്ളിയിട്ട് സഞ്ചരിക്കുന്നവന് നഷ്ടപ്പെട്ടോ? കൊട്ടാരത്തെ തോൽപ്പിക്കുന്ന കാറുകളിൽ ചീറിപ്പറക്കുന്നവന് നഷ്ടപ്പെട്ടോ? അതെ, അള്ളാഹു പറയാ, നഷ്ടപ്പെട്ടു. കാരണം ലാഭമെന്ത് നഷ്ടമെന്ത് എന്നത് യഥാർത്ഥത്തിൽ ഈ വളർച്ചയെ മാത്രം ആധാരമാക്കിയല്ല, അവൻ്റെ മാനസികമായ ആത്മീയമായ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന വളർച്ചയുണ്ട്. ആ വളർച്ചയിൽ അവൻ എവിടെ എത്തി? സുഹൃതം കൊണ്ട് ഈ ലോകത്ത് വളർച്ച പ്രാപിക്കുക എന്നതാണ് ലക്ഷ്യം. സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെല്ലാവരും ഓരോ ദിവസവും ഖബറിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാ. ഓരോ വർഷവും പിന്നിടുമ്പോൾ ജീവിതത്തിൻ്റെ നാഴിക കല്ലുകൾ ഒന്നൊന്നായി താണ്ടുകയാ. 65 കിലോമീറ്റർ അല്ലെ 80 കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ 50 കിലോമീറ്റർ പിന്നിടുമ്പോൾ നാഴികക്കല്ല് ഓരോന്നോരോന്ന് പിന്നിട്ട് ഇനി അങ്ങോട്ട് 15 കിലോമീറ്റർ എന്ന് കാണിക്കുമ്പോൾ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. ഇനി കുറച്ചേ ഉള്ളൂ അവിടെ എത്തിയാൽ നമ്മുടെ യാത്ര തീരുകയാണ്. ഇതോർക്കണം നമ്മൾ. ജീവിതം ഒടുങ്ങുകയാണ്. നസീറു ഇലല്ലാജാലി ഫീ കുല്ലി ലഹളത്തി വഅമാറുന തത്വ വഹുന്ന മറാഹിലു.
നമ്മളിങ്ങനെ ഓരോ നിമിഷവും നമ്മുടെ ആയസിൻ്റെ അറുതിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ആയുസ് അറുതിയാണ് നമ്മുടെ ലക്ഷ്യം. 100 കിലോമീറ്റർ ദൂരമുള്ളൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യും പോലെ ആയുസ് അറുതി എന്ന ലക്ഷ്യത്തിലേക്ക് ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുക. ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി ആരും ആഗ്രഹിക്കാത്ത ജീവിതാവസാനത്തിൻ്റെ അറുതിയിലേക്ക് യാത്ര ചെയ്യുകയാണ് ഓരോ നിമിഷവും. നമ്മുടെ ആയുസ് ചുരുട്ടി തെറുത്തെടുത്തുകൊണ്ടിരിക്കുക. ആയുസ് ചുരുട്ടിയെടുക്കുകയാണ്. അത് നാഴികക്കല്ലുകളായി മുമ്പിൽ നിൽക്കുകയാണ്. അത് ചുരുട്ടപ്പെടുകയാണ്. തറഹൽ മിനദ്ദുനിയ ബിസാദിം മിനത്തുഖാ. തഖ്വയുടെ, നന്മയുടെ, മാനസികമായ അച്ചടക്കത്തിൻ്റെ, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മതയുടെ യാത്ര, ഭക്ഷണം, പാഥേയം കയ്യിൽ കരുതിക്കൊണ്ടായിരിക്കട്ടെ ഈ ലോകത്ത് നിന്നിൻ്റെ യാത്ര. നിൻ്റെ ആയുസ് ചില ദിനങ്ങളായി പകുത്തുവെക്കപ്പെട്ടതാണ്, അവയോ വളരെ കുറഞ്ഞതും ആണ്. കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ദിവസങ്ങളായി എണ്ണിയാൽ ഒരുപാടൊന്നുമില്ല, അവിടെ ഒടുങ്ങുകയാണ്. അതുകൊണ്ട് നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും നമ്മൾ മനസ്സിലാക്കണം, പുരോഗതിയിലേക്ക് നാം സഞ്ചരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ വളർച്ച വെച്ചേക്കണേ എങ്ങനെയാണ്? പിതാവിൻ്റെ ആത്മലോകത്തെ നാം കണ്ടിട്ടില്ല, അതെങ്ങനെയായിരുന്നു എന്ന് അറിയുകയുമില്ല. അതിനുശേഷം പിതാവിൻ്റെ മുതുകത്ത് നാം ബീജകണികയായി, അവിടെ നിന്ന് പുരോഗമിച്ചു. മാതാവിൻ്റെ ഉദരത്തിൽ നാം ഭ്രൂണമായി, സിക്താണ്ഡമായി. അവിടെ നിന്ന് നാം പുരോഗമിച്ചു. അവിടെ വെച്ച് നാം കയ്യും കാലും മുളച്ചു. ഉപയോഗിക്കാത്ത കയ്യും കാലുമായി ആ ലോകത്ത് 10 മാസം ജീവിച്ചൊരു ലോകം. അവിടെ ഉപയോഗിക്കാനല്ല, പക്ഷെ അവിടെയാണ് വളർന്നത്. അടുത്ത ലോകത്തിന് വേണ്ടിയുള്ള പണിപ്പുര. അടുത്ത ലോകത്ത് ഉപയോഗിക്കാനുള്ളത് കഴിഞ്ഞ ലോകത്താണ്. പുരോഗതി അവിടെ നിന്ന് വരുന്നു. ആ കയ്യും കാലും ഇവിടെ വളർന്നു, അതിൻ്റെ പൂർണ്ണതയും പുരോഗതിയും പ്രാപിച്ചു. ഇവിടെ വെച്ച് നമുക്ക് കർമാവസരം നൽകി. കർമ്മങ്ങൾ കൊണ്ട് പലരും ലോകം വെട്ടിപ്പിടിച്ചു. കർമ്മങ്ങൾ കൊണ്ട് ലോകത്ത് പലരും പർവ്വതങ്ങളെപ്പോലെ ലോകത്തുയർന്നു നിന്നു. നന്മ കൊണ്ട് വേറെ ചില ആളുകൾ ക്രൂരതയുടെ, ദുഷ്ടതയുടെ, ഭീകരതയുടെ മൂർത്തികളായി ലോകത്തിൻ്റെ മുഴുവൻ ശാപം പേറി ഈ ലോകത്തിൻ്റെ മുമ്പിൽ പ്രസിദ്ധരായി. തീർന്നുവോ? തീരാമോ? പയ്യെ കടന്നു വന്ന ഈ ലോകം ഇവിടെ എങ്ങനെ തീരാൻ പറ്റും? ഇത് തീരാൻ പാടില്ലാത്ത ജീവിതമാണെന്ന് മുന്നോട്ട് പുരോഗതിയിലേക്ക് 1, 2 പിതാവിൻ്റെ ശരീരം, മാതാവിൻ്റെ ഉദരം, പിന്നെ ഭൂമി, ഇങ്ങനെ പുരോഗതിയിലേക്ക് വന്നുകൊണ്ടിരുന്ന ജീവിതം ഈ ലോകത്ത് ലക്ഷ്യം നേടാതെ ഒടുങ്ങുമ്പോൾ അത് പൂർണ്ണമായോ? പൂർണ്ണമാകണ്ടേ? ബുദ്ധിയുള്ള മനുഷ്യൻ ചിന്തിക്കേണ്ടതല്ലേ? പൂർണ്ണമായില്ലല്ലോ. അപ്പോൾ എവിടെ പൂർണ്ണമാകും? കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. എല്ലാ ആത്മാക്കളും മരണം രുചിക്കും. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. അന്ത്യനാളിലാണ് അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലം തികച്ചു കൊടുക്കുന്ന ലോകം വരണം. അല്ലെങ്കിൽ ഇങ്ങനെ വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എല്ലാം വെട്ടിപ്പിടിച്ചെന്ന് വിചാരിക്കുമ്പോൾ വിമാനാപകടത്തിൽ എല്ലാം കൂടെ പൊലിഞ്ഞു പോകുന്നത് എങ്ങനെയാണ് പൂർണ്ണമാകുന്ന ജീവിതമാകുന്നത്? എങ്ങനെയാണ് ആ ജീവിതത്തിന് പൂർണ്ണത? ബാക്കിയെല്ലാം ഭൗതിക ശരീരത്തിൻ്റെ വളർച്ച പൂർണ്ണമായി, ലോകത്തിൻ്റെ വികാസം വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് പൂർണ്ണത കൈവരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ മനുഷ്യൻ മാത്രം ഇവൻ്റെ ഈ ജീവിതത്തിൽ ഒരു ലക്ഷ്യം നേടാതെ അവസാനിപ്പിക്കുന്ന ഈ ജീവിതം എവിടെയാ പൂർണ്ണമായത്? അതുകൊണ്ട് പൂർണ്ണത ഇനിയും തന്നെ കാത്തിരിക്കുകയാണ്. അതാണ് സ്വർഗം, അതാണ് ഖബർ, അതാണ് സ്വർഗം. പിന്നീട് അങ്ങോട്ട് സ്വർഗം. പൂർണ്ണതയിലെത്തണം. ആ പൂർണ്ണതയിലേ നമ്മുടെ കർമ്മങ്ങൾ വിലയിരുത്തപ്പെടുകയുള്ളൂ. അവിടെയേ നന്മയ്ക്ക് നന്മ പൂർത്തിയായി നൽകുകയുള്ളൂ. ഇന്നമാ തുവഫൗന ഉജൂറക്കും. നിങ്ങളുടെ കർമ്മങ്ങൾ കർമ്മഫലം തികച്ചു കിട്ടുന്ന ലോകം അതാണ്. ഈ ലോകത്ത് വമ്പൻ നന്മ ചെയ്തവർക്ക് കർമ്മഫലം തികച്ചു കിട്ടിയിട്ടില്ല. ലക്ഷങ്ങളുടെ ജീവന്റെ സുരക്ഷിതത്വത്തിന് കാവൽ നിന്നവർക്ക് കൂലി തികച്ചു കിട്ടിയിട്ടില്ല. ദശലക്ഷങ്ങളെ കൊടുക്കിയവന് ശിക്ഷയും തികച്ചു കിട്ടിയിട്ടില്ല. തികച്ചു കിട്ടുന്ന ഒരു ലോകം വരുമ്പോഴേ പൂർണ്ണത വരികയുള്ളൂ. ഇന്നമാ മരണം ആസ്വദിക്കുന്നതോടുകൂടിയാണ് അത് തുടങ്ങുന്നത്. അഥവാ മരണം മനുഷ്യ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കുള്ള വലിയ കവാടമാണ്. അവിടം കടന്നാലേ പൂർണ്ണത ആസ്വദിക്കാനാവൂ. അവിടം കടന്നാലേ അവൻ്റെ കർമ്മഫലം പൂർത്തിയായി തികച്ചു നൽകപ്പെടുകയുള്ളൂ. ഇന്നമാ തുവഫൗന ഉജൂറക്കും. മരണം കഴിയുന്നതോടുകൂടി തീർന്നു എന്നല്ല അല്ലാഹു പറയുന്നത്. അവിടെയാണ് ഈ ലോകത്ത് കർമ്മം ചെയ്തതിൻ്റെ ഫലം തികച്ചു കിട്ടുന്നത്. അവിടെയാ നന്മയ്ക്ക് നന്മയും തിന്മയ്ക്ക് തിന്മയും തികച്ചു കിട്ടണ്ടേ? അപ്പോഴല്ലേ പണ്ടേ തുടങ്ങി പല ജീവിതഘട്ടങ്ങൾ താണ്ടി
ഭൂമിയിൽ വരുന്നതിന് മുമ്പേ എത്രയോ ഘട്ടങ്ങൾ പിന്നിട്ട് ഭൂമിയും കടന്നുപോയ ഒരു മനുഷ്യന് അവൻ്റെ ജീവിതത്തിൻ്റെ കർമ്മഫലം തികച്ചു കിട്ടണ്ടേ? തികച്ചു കിട്ടുന്നൊരു ലോകമുണ്ട്. അതാണ് സ്വർഗം, അതാണ് നരകം. ബുദ്ധിയുള്ള മനുഷ്യനിത് മനസ്സിലാവും. അത് മനസ്സിലാക്കാത്തവനാണ് വർഷം കടന്നു പോകുമ്പോൾ ഹാപ്പി ന്യൂ ഇയർ എന്നും പറഞ്ഞ് തുള്ളിച്ചാടുന്നത്, ഷാമ്പയിൻ പൊട്ടിക്കുന്നത്, എന്നിട്ട് കന്നുകാലിയെപ്പോലെ മതോന്മത്തനായി പാതിരാത്രിയിൽ പിന്നെ ലക്കും ലഗാനുമില്ലാതെ കിടന്നുറങ്ങുന്ന വൃത്തികെട്ടവന്മാർ. പ്രിയപ്പെട്ടവരെ, വർഷാരംഭം അവിടെ തുടക്കം കുറിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസി ഓരോ നാളുകളും കടന്നു പോകുമ്പോൾ, നാഴികക്കല്ലുകൾ താണ്ടുമ്പോൾ താൻ കടന്നു പോകുന്നത് മരണം എന്ന ലക്ഷ്യത്തിലേക്ക്, മരണം എന്ന യാത്രാ ലക്ഷ്യത്തിലേക്ക് നാം കടന്നുപോയ ഒരു നാഴികക്കല്ലാണ്. ഇനി പിന്നിടുന്നത് വളരെ വേഗത്തിൽ മരണത്തിലേക്ക്. ഇതുവരെ 50 കടന്നെങ്കിൽ ഇനി 15 കല്ലുകൾ മരണത്തിലേക്ക് അവൻ കുതിക്കുകയാണ്. തിരുവനന്തപുരത്തേക്ക് അല്ലെ കാസർഗോട്ടേക്ക് വാഹനത്തിൽ കുതിക്കുന്നവൻ നാഴികക്കല്ല് താണ്ടുമ്പോൾ സന്തോഷിക്കും പോലെ ഇവനിങ്ങനെ കുതിക്കുകയാണ്. പക്ഷെ അവൻ പോകുന്നത് അങ്ങോട്ട് മരണത്തിലേക്ക്. അത്ര സന്തോഷമാണോ മരണത്തിലേക്ക് കുതിക്കാൻ? അതെ, മരണത്തിലേക്ക് കുതിക്കാൻ ഒരു മുഅ്മിൻ സന്തോഷിക്കും. ഒരു സത്യവിശ്വാസി മരണത്തെ വെറുക്കില്ല. മരണത്തെ വെറുക്കുന്നത് ഈമാന്റെ ബലഹീനതയാണ്. അതുകൊണ്ട് നാഴികക്കല്ലുകൾ പിന്നിട്ടോട്ട് സത്യവിശ്വാസി ആഹ്ലാദഭരിതനാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഓരോ സത്യവിശ്വാസിയും തൻ്റെ ജീവിതം കൊണ്ട് അള്ളാഹുവിനെ കാണാൻ കൊതിക്കുന്നവനാണ്. അതിന് പാകപ്പെട്ട ഒരു മനസ്സാ അവൻ്റെ ഉള്ളിൽ അള്ളാഹു വെച്ചേക്കണേ. അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന, ഇപ്പോൾ തന്നെ അള്ളാഹുവിലേക്ക് പാഞ്ഞെടുക്കുന്ന മനസ്സ്. ഈ ഭൂമിയുടെ അതിരുകളിൽ ഒതുങ്ങാതെ, ഈ പള്ളിയിലിരിക്കുമ്പോഴും പള്ളിയിലും ആലുവയിലും എറണാകുളം ജില്ലയിലും ഒതുങ്ങാതെ, കേരള സ്റ്റേറ്റിൻ്റെ പരിധികളിൽ സീമകളിൽ ഒതുങ്ങാതെ, ഭാരതത്തിൻ്റെ വിശാല വിഹായസുകളിൽ ഒതുങ്ങാതെ, ഗൾഫിലും അമേരിക്കയിലും ഒക്കെ പാറിപ്പറക്കുന്ന സൗരയൂഥങ്ങളിലേക്ക് ചിറക് വിരിത്തി നിൽക്കുന്ന ആ മനുഷ്യ മനസ്സുണ്ടല്ലോ, ഈ ലോകത്ത് അള്ളാഹുവിലേക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി വ്യഗ്രത കാണിക്കുന്ന, തിടുക്കം കൂട്ടുന്ന ഒരു മനസ്സല്ല വെച്ചിട്ടുണ്ട്. ഈ മനസ്സുകൊണ്ട്, ഈ മനസ്സിൻ്റെ വിശുദ്ധി കൊണ്ട്, ഈ മനസ്സിനെ കറുപ്പിക്കാതെ അതിനെ വെളുപ്പിച്ചെടുത്താൽ, ഓരോ പാപവും, ഓരോ മനുഷ്യനും ഒരു പാപം ചെയ്യുമ്പോൾ മനസ്സിലൊരു കറുത്ത പുള്ളി പതിയും. മുഹമ്മദ് മുസ്തഫ ഒരു കറുത്ത പുള്ളിയാണ് ഓരോ പാപവും. പാപം കൊണ്ടൊരു കുഴപ്പം വന്നിട്ടില്ലായിരിക്കും എന്ന് വിചാരിക്കും. ഓരോ ദിവസവും അവൻ്റെ മനസ്സ് വൃത്തികേടായിക്കൊണ്ടിരിക്കുന്ന അവൻ അറിയുന്നില്ല. പശ്ചാത്തപിച്ചാൽ ഇതാ താപ സക്കുല കൽബു, അവൻ പശ്ചാത്തപിച്ചാൽ അത് തെളിയും. ആ കറുത്ത പുള്ളി അങ്ങ് മാഞ്ഞു പോകും. തൗബ ചെയ്താൽ മാഞ്ഞു പോകും. എന്നാൽ അവൻ പശ്ചാത്തപിക്കാതെ വീണ്ടും തിന്മ ചെയ്യുമ്പോൾ ഒരു പുള്ളി കൂടി മുകളിൽ വീഴും. പിന്നെ 2 വട്ടം പശ്ചാത്തപിക്കണം ആത്മാർത്ഥമായി, രണ്ടും മാറണമെങ്കിൽ. അങ്ങനെയാ അള്ളാഹു യംഹുള്ള ഡിലീറ്റ് ചെയ്യുമെന്ന. താപ പശ്ചാത്തപിച്ചാൽ പാപങ്ങളെ അള്ളാഹു യംഹുള്ള അവൻ ഡിലീറ്റ് ചെയ്യും. എവിടെ നിന്നൊക്കെ? മിൻ ജവാരിഹി, അവൻ്റെ അവയവങ്ങളിൽ പതിഞ്ഞുപോയി പാപം. നമ്മൾ അറിയണില്ല. നമ്മൾ ക്യാമറയിൽ പതിഞ്ഞതേ കാണുന്നുള്ളൂ, ലൊക്കേഷനിൽ പതിഞ്ഞതേ കാണുന്നുള്ളൂ. റസൂലുള്ളാഹി പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, അവൻ ആദ്യം അവൻ്റെ കൽബിൽ പതിഞ്ഞു പാപം, രണ്ടാമത് അവൻ്റെ അവയവങ്ങളിൽ പതിഞ്ഞു പാപം. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, അന്ന് ഖിയാമത്ത് നാളിൽ നാം അവരുടെ വായ്ക്ക് സീല് വയ്ക്കും. വതുകല്ലിമുനാ അയ്ദീഹിം, അവരുടെ കരങ്ങൾ നമ്മോട് പറയും, സംസാരിക്കും. വതഷ്ഹദു അർജുലുഹും, അവരുടെ കാലുകൾ സാക്ഷി പറയുകയും ചെയ്യും. ബിമാ കാനു യക്സിബൂൻ, അവർ ഈ ലോകത്ത് കളക്ട് ചെയ്തത്, ശേഖരിച്ചത് എന്തെന്നവർ അവർ തന്നെ നമ്മോട് പറയും. അവൻ്റെ കൈ മതി, അവൻ്റെ കാല് മതി വിചാരണയ്ക്ക്. എനിക്ക് രേഖകളെല്ലാം അതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പം നമുക്കത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പശ്ചാത്തപിച്ചാൽ അവയവങ്ങളെല്ലാം മറപ്പിക്കും, അവയവങ്ങളെ മറപ്പിക്കും. അതുപോലെ തന്നെ ഹൃദയത്തിൽ നിന്ന് മായും. എന്നിട്ട് വയംഹുല്ലാഹു മആലിമഹു മിനൽ അർളി, ഭൂമിയിലെ ലൊക്കേഷനിൽ നിന്നും അള്ളാഹു മായ്ച്ചു കളയും. ലൊക്കേഷനിൽ പതിയുന്നതും പിടിച്ചെടുക്കുന്നതൊക്കെ നമ്മൾ കാണണില്ലേ? മആലിമഹു മിനൽ അർളി, ഭൂമിയുടെ ഏത് ലൊക്കേഷനിൽ വെച്ച് പാപം ചെയ്തോ നാളെ അത് നമുക്കെതിരിൽ സാക്ഷി പറയാൻ നിൽക്കുകയാ. അള്ളാഹു അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യും. റെക്കോർഡിങ്ങും ഡിലീഷനും ഒക്കെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും വചനങ്ങളിൽ നിറഞ്ഞു കിടക്കുക. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഈ ലോകത്ത് അള്ളാഹു തന്നിരിക്കുന്നത്, അള്ളാഹു നന്മകൾ പെരുപ്പിക്കാൻ, തിന്മകളിൽ നിന്നൊഴിഞ്ഞ് ഓരോ ദിവസവും വളർച്ചയുടെ, വികാസത്തിൻ്റെ, ആത്മവികാസത്തിൻ്റെ, മാനസിക വിശുദ്ധിയുടെ അത്യുന്നത തലങ്ങളിലേക്ക് ഓരോ ദിവസവും ഉയരാനാ. മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാ, ആരല്ലാഹയെ കാണാൻ കൊതിച്ചോ അള്ളാഹു അവനെ കാണാൻ കൊതിക്കും. വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാ, ആരല്ലാഹുവിനെ കാണാൻ മടിക്കുന്നോ, മരണത്തെ വെറുക്കുന്നോ, അവനെ കാണാൻ അള്ളാഹു മടിക്കും, വെറുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ജൂതനെ കുറിച്ച് അള്ളാഹ് പറഞ്ഞത്, അവരല്ലാടെ ആളാന്ന് പറയുന്നല്ലോ, പക്ഷെ അല്ലാടെ ആളല്ല അവർ. ഇൻകാനത്ത് ലക്കുമുദ്ദാറുൽ ആഖിറത്തു ഇൻദല്ലാഹി ഖാലിസത്തൻ മിൻ ദൂനിൻ നാസി,
നിങ്ങൾക്കാണ് സ്വർഗ്ഗലോകമുള്ളത്, മറ്റുള്ള ജനങ്ങൾക്കില്ലാത്ത സ്വർഗമെന്ന് ജൂതന്മാരെ നിങ്ങൾ പറയുന്നെങ്കിൽ തമന്നവുൽ മൗത്ത്, നിങ്ങൾക്ക് മരണം കൊതിക്കാമോ? മരണം വന്നോട്ടെ എന്ന് വിചാരിക്കാമോ? ഇപ്പം കണ്ടല്ലോ, 4 നെഞ്ചത്ത് വീണപ്പോൾ യാചിച്ചുകൊണ്ട് വെടിനിർത്തലിന് വേണ്ടി കേണത് ചാകാൻ കൊതി ഇല്ലാത്തൊരു ജനതയും മരിക്കാൻ കൊതിയില്ലാത്തൊരു ജനതയും മരിക്കാൻ കൊതിക്കുന്നവനും തമ്മിലുള്ള അന്തരം കണ്ട നാളുകളാണ്. സ്വയം നിലനിൽക്കാൻ ശേഷിയില്ലെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു. ആരാൻ്റെ ഊരെ ചാരി മാത്രമേ ഈ വർഗത്തിന് നിൽക്കാൻ പറ്റൂ. എന്തോ മഹാസംഭവമാണെന്ന കള്ളത്തിൻ്റെ കെട്ടിപ്പൊക്കിയ ആ മഹാസൗധം തകർന്നു, അയൺ ഡോമൊക്കെ പൊളിഞ്ഞു വീണു. ഏത് ദൂരപരിധിയിലും എത്രയാണ് 31,000 കെട്ടിടങ്ങൾ തകർന്നു വീണു. അവസാനം വിലാപം, പ്രസിഡന്റിന്റെ വിലാപം, പ്രസിഡന്റ് തൻ്റെ അനുയായികളെ കെട്ടിപ്പിടിച്ച് നടത്തുന്ന വിലാപം. എന്താ വിലപിക്കാൻ കാര്യം? ചാവുകയാണെന്നറിഞ്ഞപ്പോഴുള്ള വിലാപം. മരിച്ചാലും കീഴടങ്ങില്ലെന്ന് പറയുന്ന ഒരു ജനത, ആ ജനതയ്ക്ക് മുമ്പിൽ മരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വിലപിക്കുന്ന വെടിനിർത്തി തരുമോ എന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് അവകാശപ്പെട്ടവൻ, തനിക്ക് സ്വന്തം പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കണ്ടപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ശാക്തിക ചേരിയുടെ സഹായം തേടിയവൻ, രണ്ടുപേരും ഒരുമിച്ച് പെട്ടെന്ന് നിർത്തിക്കോ വെടി എന്ന് തീരുമാനിച്ചിടത്തേക്ക് എത്തിയെങ്കിൽ മരണഭീതിയില്ലാത്ത ഒരു ജനതയുടെ വിജയത്തിൻ്റെ അടയാളമാണ്. ഓർക്കണം, ഈ ഹിജറയുടെ നാളുകളിൽ മരിക്കാനുള്ള മടിയാണ് ഈ ഉമ്മത്തിൻ്റെ ഏറ്റവും വലിയ ദുരന്തം. ഹുബ്ബുദ്ദുനിയാവ കറാഹിയത്തുൽ മൗത്ത്. അന്ത്യനാളിൽ ലോകം നിങ്ങളെ ഒന്നുമല്ലാതാക്കുന്ന കാലത്ത് നിങ്ങളെ വഹന് പിടികൂടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് നബിയെ വഹൻ? ഹുബ്ബുദ്ദുനിയാ, ജീവിക്കാനുള്ള കൊതി, വ കറാഹിയത്തുൽ മൗത്ത്, മരിക്കാൻ മടി. വേറൊന്നുമല്ല, മരിക്കേണ്ടടത്ത് മരിക്കാനുള്ളതാണ് ഈ ജീവിതം. മരണമെന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഉല്ലാസത്തിൻ്റെ നാളാണ്. കാരണം ജീവിത പൂർണ്ണതയിലേക്ക് കർമ്മഫലം തികച്ചു കിട്ടുന്ന ലോകത്തേക്കുള്ള കവാടമാണ് മരണം എന്നറിയണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അതുകൊണ്ട് ഓരോ മനുഷ്യനും കടന്നു പോകുന്ന ഓരോ ദിവസവും താൻ വളർന്നിട്ടുണ്ട് ഓരോ ദിവസവും എന്നോർക്കണം, ഉറപ്പുവരുത്തണം. മഹാനായ ദൈലമി പറയുന്നു, മനിസ്തവ യൗമാഹു ഫഹുവ മഖ്ബൂൻ. ഒരാളുടെ ഇന്നും നാളെയും 2 ദിവസങ്ങളും തുല്യമായാൽ അവൻ വിഡ്ഢിയാണ്. തുല്യമായ ദിവസം ഇന്നത്തേതിനേക്കാൾ നാളെ നന്മ കൂടിയിരിക്കണം, അവൻ വിഡ്ഢിയാണ്. ഒമൻകാന ആഖിറ യൗമിഹി ശർറൻ വഹുവ മൽഊൻ. അവസാനത്തെ ദിവസം തിന്മ നിറഞ്ഞതാണെങ്കിൽ അവൻ ശപിക്കപ്പെട്ട മൽഊനാണ്. മല്ലം യകുൻ അല സിയാദത്തി ഫഹുവ ബിൻ നുഖ്സാൻ. ഓരോ ദിവസവും നന്മ കൂടുന്നില്ലെങ്കിൽ അവൻ വീഴ്ചയിലാണ്, അവൻ കുറവ് പറ്റിയവനാണ്. ഒമൻകാന ബിൻ നുഖ്സാനി ഫൽ മൗതു ഖൈറുൽ ലഹു. നുഖ്സാൻ, വീഴ്ച പറ്റിയവന് മരണമാണ് നല്ലത്. കാരണം അപ്പുറത്തെ ലോകത്ത് സുരക്ഷിതത്വം ഉണ്ടല്ലോ. കച്ചവടം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ലെങ്കിൽ ഗൾഫിൽ ഒരു നല്ല ജോലി തരപ്പെടുത്തുക, അപ്പോഴാണല്ലോ സമാധാനം, അല്ലേ? അപ്പോൾ ഈ ലോകത്ത് നമ്മുടെ ജീവിതം നന്മകളിൽ താഴോട്ടാണെങ്കിൽ ജീവിതത്തെക്കാൾ നല്ലത് മരണമാണ്. 2 ദിവസവും തുല്യമായ ഒരു മനുഷ്യൻ ഈ ലോകത്ത് വിഡ്ഢിയാണ്. ഇന്നത്തേക്കാൾ നാളെ നമുക്ക് മികച്ചതാകണം. അള്ളാഹു ഈ തിരിച്ചറിവുള്ള ഒരു പുതുവത്സരമാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകം നമ്മളെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഈ യാഥാർത്ഥ്യബോധമുള്ള മരണത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു ജനതയായി, ജീവിതത്തിൻ്റെ പരിപൂർണത പരലോകത്താണെന്ന് തിരിച്ചറിയുന്ന ഒരു ജനതയായി, ജീവിതം പൂർണ്ണത കൈവരിച്ചിട്ടില്ല ഈ ലോകത്തൊരു മനുഷ്യൻ്റേതുമെന്ന് തിരിച്ചറിയുന്നവരായി, ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രവൃത്തിയുടെ പ്രതിഫലം തികച്ചു കിട്ടുന്നത് പരലോകത്താണെന്നറിയുന്ന ഒരു ജനത. ആ ജനത മരണത്തെ സാമോദം സ്വാഗതം ചെയ്യുന്നവരാണ്. അവരാണ് ധീരന്മാർ. അവർക്കുള്ളതാണ് ഭാവി, അവർക്കുള്ളതാണ് സ്വർഗത്തിൻ്റെ പൂർണ്ണത. അവിടേക്കാണ് നമ്മുടെ പ്രയാണം. ആ ഓർമ്മകൾ ഈ പുതുവത്സരത്തിൽ നമ്മളെ ഭരിക്കട്ടെ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹ്.